എല്ലാ വിദ്യാർത്ഥികൾക്കും എമിക്കും മീഡിയ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LP UP വിദ്യാർത്ഥികൾക്കുള്ള വായനാ ദിന ക്വിസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ക്വിസ്, പ്രസംഗ, വിദ്യാഭ്യാസപരമായ വാർത്തകൾ നൽകുന്ന ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. കേരളത്തിലുടനീളം വായനാശാലകൾ ആരംഭിച്ചത് ആരുടെ ശ്രമഫലമായിട്ടാണ്? PN പണിക്കർ. കേരള ഗ്രന്ഥാലയ സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? PN പണിക്കർ. PN പണിക്കരുടെ 2 മുദ്രാവാക്യം എഴുതുക. എഴുത്തു പഠിച്ച് കരുത്തരാകുക, വായിച്ചു വളരുക, ചിന്തിച്ച് പ്രബുദ്ധരാകുക. മലയാള ഭാഷയുടെ പിതാവ്. എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ ജന്മദേശം എവിടെ? തിരൂരിനടുത്തുള്ള തുഞ്ചൻ പറമ്പ്. PN പണിക്കരുടെ അച്ഛൻ്റെ പേര്? പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കരുടെ അമ്മയുടെ പേര്? ജാനകി അമ്മ. PN പണിക്കർ ജനിച്ച സ്ഥലം എവിടെ? കോട്ടയത്തെ നീലംപേരൂരിൽ. PN പണിക്കർ ജനിച്ച വർഷം? 1909 മാർച്ച് 1. PN പണിക്കർ മരിച്ച വർഷം? 1995 ജൂൺ 19. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? എഴുത്തച്ഛൻ. കൃഷ്ണഗാഥ ആരുടെ കൃതിയാണ്? ചെറുശ്ശേരി. മലയാളത്തിലെ ആദ്യ നോവൽ? കുന്തലത. മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത എഴുതിയതാര്? അപ്പുനെടുങ്ങ. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ? ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ എഴുതിയതാര്? O. ചന്തുമേനോൻ. കുട്ടനാടിൻ്റെ കഥാകാരൻ ആര്? തകഴി ശിവശങ്കരപ്പിള്ള. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയതാര്? G. ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ അവാർഡ് G. ശങ്കരക്കുറുപ്പിന് നേടിക്കൊടുത്ത കൃതി? ഓടക്കുഴൽ.
വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ആരുടെ വാക്കുകളാണിത്? കുഞ്ഞുണ്ണി മാഷ്. നാം നമ്മെ കൈവിടിഞ്ഞു എന്ന് വരാം, എന്നാൽ നല്ല ഗ്രന്ഥങ്ങൾ എന്നും നമ്മുടെ നല്ല മിത്രങ്ങളായിരിക്കും. ആരുടെ വാക്കുകൾ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കേരള ഗ്രന്ഥാലയ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി PN പണിക്കർ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ സഞ്ചാര സാഹിത്യകാരൻ ആര്? SK പൊറ്റക്കാട്. രണ്ടിടങ്ങരി എന്ന നോവലിന്റെ രചയിതാവ്? തകഴി ശിവശങ്കരപിള്ള. സാഹിത്യരംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? എഴുത്തച്ഛൻ അവാർഡ്. PN പണിക്കരുടെ മുഴുവൻ പേര്? പുതുവയൽ നാരായണ പണിക്കർ. ബഷീറിന്റെ ആത്മകഥയുടെ പേര്? ഓർമ്മയുടെ അറകൾ. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏത്? കോട്ടയം. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അവകാശികൾ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം? തൃശൂർ. ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം? 1996. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? AR രാജരാജവർമ്മ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ നോവൽ? ചെമ്മീൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ക്വിസ് വീഡിയോകൾക്കും മറ്റു വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ വീഡിയോകൾക്കും മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.